2018 പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രമായിരുന്നു 96. പ്രണയ ജോഡികളായ റാമിനെയും ജാനുവിനെയും പ്രേക്ഷകർ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. 18 കോടി ബജറ്റിൽ പുറത്തിറങ്ങിയ ചിത്രം ആഗോളതലത്തിൽ നിന്ന് 50 കോടിയിലധികം രൂപ നേടിയിരുന്നു. വിജയ് സേതുപതിയും തൃഷയും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം ഭാഷാഭേദമന്യേ മികച്ച പ്രണയ ചിത്രങ്ങളിലൊന്നായി പ്രേക്ഷകർ ഇന്നും കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 96, മെയ്യഴകൻ തുടങ്ങിയ സിനിമകളിലൂടെ മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയ സംവിധായകൻ പ്രേംകുമാർ തന്നെയാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും ഒരുക്കുന്നത്. 96 മെയ്യഴകനും മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയത്. ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന സൂചനകൾ പ്രേംകുമാർ നേരത്തെ തന്നെ നൽകിയിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയായിരിക്കുകയാണ്. ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയായെന്നും ഇപ്പോൾ മറ്റൊരു സിനിമയുടെ പണിപ്പുരയിലാണ് താനെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി. ത്രില്ലർ ജോണറിൽ ഉൾപ്പെടുന്ന സിനിമയാണ് ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 96ന്റെ ആദ്യ ഭാഗത്തിൽ വിജയ് സേതുപതിക്കും തൃഷയ്ക്കും പുറമെ ഗൗരി ജി കിഷൻ, ആദിത്യ ഭാസ്കർ തുടങ്ങിയ പുതുമുഖങ്ങളും വേഷമിട്ടിരുന്നു. ദേവദർശിനി, ജനകരാജ്, ഭഗവതി പെരുമാൾ, വർഷ ബൊല്ലാമ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇവർ തന്നെയാണോ രണ്ടാം ഭാഗത്തിലും എത്തുക എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. 1996 പാസ്സായ സ്കൂൾ കൂട്ടുകാരുടെ ഒരു റീയൂണിയനിലാണ് ചിത്രം ആരംഭിക്കുന്നത്. ഈ റീയൂണിയനിൽ സ്കൂൾ കാലഘട്ടത്തിലെ പ്രണയിനികളായ റാമും ജാനുവും വീണ്ടും കണ്ടുമുട്ടുന്നതും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നാടകീയമായ മറ്റു കാര്യങ്ങളുമാണ് സിനിമ പറയുന്നത്. ചിത്രത്തിന്റെ മികച്ച വിജയത്തിന് പിന്നാലെ 99 എന്ന പേരിൽ കന്നഡയിലേക്കും ജാനു എന്ന പേരിൽ തെലുങ്കിലേക്കും സിനിമ റീമേക്ക് ചെയ്തിരുന്നു. ഗോവിന്ദ് വസന്ത ഈണം നൽകിയ ചിത്രത്തിലെ ഗാനങ്ങൾ ഇപ്പോഴും ഹിറ്റാണ്. 96ന് ശേഷം എത്തിയ പ്രേംകുമാർ ചിത്രം മെയ്യഴകനും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. കാർത്തി, അരവിന്ദ് സ്വാമി എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രം നടൻ സൂര്യയും ജ്യോതികയും ചേർന്നാണ് നിർമ്മിച്ചത്. ശ്രീദിവ്യയാണ് ചിത്രത്തിൽ നായികയായി എത്തിയത്. രാജ് കിരൺ, ദേവദർശിനി, ശ്രീരഞ്ജിനി, ജയപ്രകാശ്, ഇളവരസു, കരുണാകരൻ, ശരൺ ശക്തി, രാജ്കുമാർ, ജയപ്രകാശ്, സരൺ എന്നിവരും ചിത്രത്തിൽ സുപ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. ഫീൽ ഗുഡായി എത്തിയ ചിത്രം മികച്ച നിരൂപക പ്രശംസ തന്നെ ആരാധകരിൽ നിന്നും നേടിയെടുത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.